മണ്ണായിട്ട് തേച്ചുണ്ടാക്കിയിട്ടുള്ള വീടാണ് ഇവിടെയാണ് താമസിക്കുന്നത്. ചേച്ചിയെ എന്തെങ്ങനെ ഇരിക്കുന്നേ? പനിയാണോ? ഈ പാലം ഇവിടെ ചെറിയൊരു പുഴ ഉണ്ടോ, നൂൽപ്പുഴ എന്നാണ് ഈ പുഴക്ക് പേരൊന്നും ആണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് നൂൽപ്പുഴ എന്നാണ്. ഈ പുഴ ഇങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ പോകും, ഒഴുകി പോകും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ പുഴൻ്റെ തീരത്ത് ചെറിയൊരു ഗ്രാമമുണ്ട്. നമുക്കൊന്ന് പറ്റണമെങ്കിൽ അതൊന്ന് പോയി കാണാം. ഓക്കെ, ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അന്ന് പോയിട്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് പോയാൽ പറ്റുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ തേയിലപ്പൊടി ഓർഡർ ഉണ്ടായിരുന്നതെല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് വന്ന ഓർഡറുകൾ എല്ലാ ഓർഡറും ഞാൻ അയച്ചിട്ടുണ്ട്. ഓരോ ഓർഡർ പോലും ഇനി നമുക്ക് ബാലൻസ് ഇല്ല. ഇനി പുതിയ ഓർഡറുകൾ വന്നിട്ട് വേണം. അപ്പോൾ ഓർഡർ തരാനുള്ളവർ തരിക. അപ്പോൾ കടുപ്പം തേയിലപ്പൊടിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും നല്ല ചായപ്പൊടി ഇതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു ചായപ്പൊടി കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള തേയിലപ്പൊടി നമ്മൾ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഒരിക്കലും ഫ്രഷ് ആവാൻ സാധ്യതയില്ല. കാരണം ഫാക്ടറികളിൽ നിന്ന് അതെടുത്ത് ഓപ്ഷൻ സെൻറ്ററിൽ പോയിട്ട് കുറേ ദിവസം കിടക്കും. അതിന് ശേഷം അവിടെ ഡീലർമാരെ കയ്യിൽ കിടക്കും. അതിന് ശേഷം അവിടെ സബ് ഡീലർമാരെടുക്കും. പിന്നീടാണ് പാക്കിംഗ് ഒക്കെ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലും കടകളിലേക്കൊക്കെ എത്തുക. അവിടെ മാസങ്ങളോളം കടകളിൽ റാക്കിൽ കിടക്കും. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത് ഞാൻ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് അയക്കുകയാണ്. ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ ഫ്രഷ് തേയില നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ തേയിലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേയിലപ്പൊടിക്ക് നല്ല വിലയുണ്ട്. ഇതിൽ കൂടിയതും ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡറുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തരാം. നമുക്ക് പോവാം. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. ഇനി അത് അവിടെ ചെന്നതിന് ശേഷം അത് ഓർത്തെടുക്കല്ല, അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കണം. ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്, ഫോറസ്റ്റിൻ്റെ സൈഡിലാണ്, ചുറ്റുഭാഗം ഫോറസ്റ്റാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൂടെ ഒന്നും ഇനി യാത്ര ഇല്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഇത് അത്ര ഒരു ഇൻറ്റീരിയർ പ്ലേസ് അല്ല. പക്ഷേ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറുള്ളൊരു സ്ഥലം, എല്ലാം ഒന്നുമില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. കാര്യപ്പെട്ട പണികളൊക്കെ കണക്കുണ്ട്. ഇപ്പം ഞാൻ എത്തിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് മൂക്കുത്തിക്കുന്ന് എന്നാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയ 2 ഗ്രാമങ്ങൾ കൂടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു അംഗൻവാടിയൊക്കെ ഉണ്ട്. ഇത് പഴയ അംഗൻവാടിയും അത് പുതിയ അംഗൻവാടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരുപാട് തൊഴിലുറപ്പ് പണിക്കാരുണ്ടായിരുന്നു. ഒരു സൈഡിൽ കാട് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പെട്ടെന്ന് എല്ലാവരും അപ്പുറത്തേക്ക് നടന്നു പോകുന്നു വേറെ സ്ഥലത്തേക്ക്. ഇവിടെ ഇങ്ങനെ സൈഡിൽ കാണുന്നത് ഫോറസ്റ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു മതിലുണ്ട്. മതിലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ഗ്രാമമുണ്ട്, ഈ കാട്ടിൻ്റെ അകത്ത്. അങ്ങോട്ടൊന്ന് പോകണം. ചില വീടുകളൊക്കെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് വീടുകൾ. ഒരു വീട് ഒഴിവാക്കി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഇതന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തൂടെ കുറച്ച് വീടുകൾ ഉള്ളിലേക്കൊക്കെ പോയാൽ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള 2 ഗ്രാമങ്ങളുണ്ട്. അങ്ങോട്ട് വണ്ടി പോകില്ല എന്നും പറഞ്ഞു. എന്തായാലും കുറച്ച് പോയി നോക്കാം, കാണാൻ പറ്റുമോ നോക്കാമല്ലോ. ചെറിയ കോളനി വീടുകളാണ് ഇവിടെയൊക്കെ, ചിന്ന കോളനി വീടുകൾ. ഇതുവരെ ഉള്ളൂ പുക. പിന്നെ അപ്പുറത്തേക്കില്ലേ ചെറിയൊരു പാലം.
രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൂഡല്ലൂർ ഭാഗത്ത് ഓവാലിയിൽ ഒരാളെ കടുവ കൊന്ന് അത് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്, അതേ കടുവ തന്നെ അതേ സ്ഥലത്ത് ഇപ്പോൾ 2 ദിവസം മുമ്പ് വേറൊരാളെ കൊന്ന് ഭക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ സമരമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വനപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവൻ്റെ ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് റോഡ് പോകുന്നുണ്ടോ? റോഡല്ല, ഒരു വഴി. അതിൽ കൂടെ പോയാൽ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ വില്ലേജ് ഉണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അകത്തോടെ കടന്നു പോകണം. അങ്ങനെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്താ ചെയ്യും? പോണോ? നമുക്ക് പതുക്കെ ബൈക്ക് പോകുന്ന അത്രയും ദൂരം പോയി നോക്കാം. നടക്കാനൊരു ബുദ്ധിമുട്ട്, വണ്ടി കൊണ്ട് പതുക്കെ പോയി നോക്കാം. അവിടെ ഒരു വീടുണ്ട്, തനിച്ചൊരു വീട്, ഒറ്റക്കൊരു വീട്. ഇവിടെ വണ്ടി പോണോ? ഫുള്ള് ചെളിയാണല്ലോ. പണി കിട്ടുമോ? പതുക്കെ പോയി നോക്കാം. ആ പുഴ ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ച പുഴയല്ലേ, അത് ഒഴുകി വരുന്നത് ഇതിൽ കൂടെ. ഒരുത്തൻ നടന്നു വരുന്നുണ്ട്, ഒരു മോൻ. അവിടെ ചോദിച്ചു നോക്കാം ഡീറ്റെയിൽസ്. മോനെ, അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരെന്നാടാ? കോളോത്തോ? കോളോത്ത്. ഇങ്ങനെ തന്നെ പോവാ? ഇനി കുറേ ദൂരം ഉണ്ടോ അവിടുന്ന്? ശരി ശരി, നമുക്ക് അങ്ങനെ പോയി നോക്കാം. വണ്ടിയിൽ കൂടെ ഒക്കെ ഇറക്കി അങ്ങ് കയറ്റി തന്നെ, അല്ലാണ്ട് എന്താ. അതൊക്കെ സൈഡെല്ലാം കമ്പി കെട്ടി വെച്ചിട്ടുണ്ട്, ആന ഇറങ്ങാനൊക്കെ. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസ്. Wow, this is the forest. ആന വരുന്ന സ്ഥലമാണ്. അങ്ങ് ഫുള്ള് കമ്പി. വൈകുന്നേരം അതിൽ കൂടെ വരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ പകലിൽ അത്ര വലിയൊരു സീനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ട്. അതിന് വേണ്ടി അപ്പം നമ്മളിങ്ങോട്ട് വരുന്നത്. വാ, അതെ വാ. ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കാട്ടിൻ്റെ അകത്ത് നെൽകൃഷി, അതൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന അത്രയും ഭാഗമുള്ളൂ കേട്ടോ നാട്. ഇങ്ങോട്ട് ഫോറസ്റ്റാണ്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയി നോക്കിയാലോ. ഈ കൂടെ എന്താ പോയാലേ. ആന നടന്ന വഴികളിലൂടെ നടന്നാൽ മതി. അപ്പോൾ വലിയ ഇതുണ്ടാവില്ല, താഴ്ച.
സോ ഇതെന്താ ചെറിയൊരു കാവൽമാടോ ഏർമാടോ എന്തോ ആണ്. ഇവിടെ നെൽകൃഷി എത്ര ഉണ്ട് നോക്കാം. ഇത് ഈ കാണുന്ന ഇത്രയും സ്ഥലം ഇവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നതാണ്. ഇതെന്തോ ചെറിയൊരു കാവൽമാടം എന്തോ ആണ്. ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇലക്ട്രിക് ലൈനൊക്കെ ഉണ്ട്. ഫസ്റ്റ് അവിടെ ഒരു വീട് കാണുന്നുണ്ടോ ചെറുത്, അതോ കാണുന്നു കുഞ്ഞൊരു വീട്. മുന്നോട്ട് എന്താ നോക്കാം. മോനെ, നിന്റെ പേരെന്താ? അഭികൃഷ്ണ. നീ അവിടെ പോയി വരാ? മുടി വെട്ടാൻ പോവാ? ശരി, ഞാനും വരാം. അവിടെ ഒരു ചെറിയൊരു ബാർബർ ഷാപ്പ് ഉണ്ട്, അതൊന്ന് കാണേണ്ട തന്നെയാണ്. പോയി നോക്കാം. കയറണടാ വണ്ടിയില്. വണ്ടി കയറണോ? എത്തിയോ? ആ, ഓക്കെ ഓക്കെ. പോയിക്കോ, ഞാനിവിടെ നിർത്തിയിട്ട് ഇപ്പം വരാം. ഇതാണ്ട് ഇവിടെ ഒരു ബാർബർ ഷാപ്പ്. യെസ്, ഇതൊരു ബാർബർ ഷാപ്പാണ് ഗൈസ്. ഇവിടുന്ന് ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാണെന്ന് അറിയില്ല. ഫോറസ്റ്റിൻ്റെ അകത്തേക്കായിരിക്കാനാണ് സാധ്യത. കുറച്ചങ്ങ് പോയാൽ ഇപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ അങ്ങ് അവസാനിക്കും. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് വീടുകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു ബാർബർ ഷാപ്പ് ഉണ്ട്. ഇതൊരു പഴയ കാലത്തെ ഒരു ബാർബർ ഷാപ്പാണ്. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ ഈ ട്രൈബൽസ് ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട് മുടി വെട്ടാനൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. ഉണ്ടല്ലേ, പഴയൊരു ചെയറും മറ്റൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ബാർബർ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ചായക്കടകളോ അങ്ങനത്തെ കടകളോ ഒന്നുമില്ല. വീടുകളൊക്കെ കുറച്ച് വിട്ടുവിട്ടൊക്കെ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇതിനകത്തേക്കൊക്കെ പോകണം. പക്ഷെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരായിട്ട് സഹകരണം വളരെ കുറവാണ്. അവർ സഹകരിക്കുന്നില്ല. അവരുടെ സഹകരണം ഇല്ല എങ്കിൽ നമുക്ക് വില്ലേജിൻ്റെ അകത്തേക്ക് കടക്കൽ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആളും ബഹളങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു വീടുണ്ട്. അപ്പുറത്താണ് വയലുള്ളത്. എന്താണ് പേടി വെച്ചാൽ ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ വഴക്ക് പറഞ്ഞാലേ ഉണ്ടാണ്ട് നിൽക്കേണ്ടി കൊണ്ടുവരും. വീടെടുക്കലൊന്നും നടക്കില്ല. ഇവിടെ ഇറങ്ങിപ്പോയി നോക്കാം എന്തുള്ളത്. ഒരു വീടുണ്ട്, അവിടെ തുണിയൊക്കെ ഇറക്കി വിരിച്ചിട്ടിരിക്കുന്നു. വീട് അവിടെ ഒരു വീട്, അതിൻ്റെ അകത്ത് ഇങ്ങോട്ട് വന്നാലൊരു വയൽ പ്രദേശം. ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നല്ലോ. ശരി, നോക്കാം. ഇനി വീഡിയോയിൽ
ക്ലിപ്സ് ചെക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടേക്ക് ഫോറസ്റ്റ്, അതിൻ്റെ അപ്പുറത്തെ ആ പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു നെൽപ്പാടം, ഇവിടെ കുറച്ച് കൃഷി, വീടുകളെ ചുറ്റിപ്പറ്റി. അത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം. പിന്നെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ ഇവിടുന്ന് കിട്ടിയില്ല. കാരണം നമ്മളോട് സഹകരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യരെ നമ്മളോട് കണ്ടില്ല. മൊത്തത്തിൽ ആൾക്കാരും കണ്ടില്ല. ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളോട് സഹകരിക്കുമെന്നുള്ളതും സഹകരിക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ കിട്ടുള്ളൂ. നടക്കില്ല. അടുത്തൊരു വില്ലേജ് ഉണ്ട് നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങോട്ടേക്ക് വണ്ടി ഒട്ടും പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സ്ഥലം പേര് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ കാടിൻ്റെ സൈഡിലുള്ളൊരു സ്ഥലം, പ്രോപ്പറായിട്ട് റോഡില്ല, വഴിയില്ല, വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ മാത്രം ജീവിക്കണ ഒരു ഗ്രാമം. അവർ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള കൃഷികൾ. പിന്നെ നമ്മൾ വരുമ്പോൾ അവിടെ കണ്ടിരുന്നല്ലോ, മരത്തൊഴിലുറപ്പിൻ്റെ പണിക്കൊക്കെ പോവും. അങ്ങനെയുള്ള ചെറിയൊരു ജീവിതം നയിക്കുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണിത്. ഓക്കെ, നമ്മൾ വിചാരിച്ചത്ര സഹകരണം ഇവിടുന്ന് ആരുടെ ഭാഗത്ത് നമുക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മളിവിടുന്ന് മടങ്ങി അപ്പുറത്തേക്കുള്ള ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ അതും കാണാം. പക്ഷേ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു ഡീറ്റെയിൽസും കിട്ടിയില്ല. വെരി ബാഡ്. മൈൻഡ് തന്നെ ചെയ്യുന്നില്ല ആരും. പിന്നെ നമ്മൾ ചോദിച്ചാൽ മാത്രം അവരെന്തെങ്കിലും കുറച്ച് റഫായിട്ട് സംസാരിക്കും. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചോദിക്കാനും നിന്നില്ല. ദൈവന്മാരുണ്ടല്ലോ. ഇനിയിപ്പോൾ ഏതായാലും പോവാം. നിരാശയോടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഫ്രണ്ട് ടയർ ഒരു ഭാഗത്തേക്കും ബാക്ക് ടയർ മറ്റൊരു ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മുടെ തൊഴിലുറപ്പ് പണിക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ കാര്യപ്പെട്ട പണിയില്ല. ചേച്ചി, ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോയി വന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? കോളോട്ട്. ഇനി ഇങ്ങോട്ടൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുത്തൂര്. ഇങ്ങനെ പോകാൻ പറ്റുമോ? ആ, ഒരു ബാർബർ ഷോപ്പുള്ള അത് ഇപ്പോൾ കോളോട്ട്. ഇങ്ങോട്ട് ഈ വഴിക്ക് പോകാൻ പറ്റുമോ? ആ ശരി, നോക്കട്ടെ. നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേര് കോളോട്ട് എന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം പുത്തൂർ എന്നാണ്. ശേ, പോണോ? നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോ കാണണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോകുന്നത്. പക്ഷേ വഴിയില്ല, റിസ്ക് എടുക്കണോ? നമുക്ക് ഇവിടുത്തെ ചേച്ചിമാരത്ത് ചോദിച്ചു നോക്കാം, അവിടെ പോയാൽ എന്താ ഉള്ളത്, ഗ്രാമമാണോ
ഒന്ന് അന്വേഷിച്ചിട്ട് പോണത് പുറത്തല്ല എങ്കിൽ നമുക്ക് പോകണ്ട. എൻ്റെ പാൻ്റൊക്കെ മൊത്തം ചളി തെറിച്ചിരിക്കുകയാണ് വീല് കടന്ന് തിരിഞ്ഞിട്ട്. പുത്തൂര് ഈ വഴിക്കാ വണ്ടി പോവോ? ശരി ശരി. പോവുള്ളൂ. പിന്നെ നടന്നു പോണോ? പോയാലും അവിടെ എന്തെങ്കിലും നമുക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാൽച്ചായ കിട്ടുമോ? ഒന്നുമില്ലല്ലേ, ഒന്നും കിട്ടൂല. പിന്നെ ഞാൻ പോണോ? വണ്ടി പോവോ? കുറച്ചാണ്ട് പോവായിരിക്കും അല്ലേ? ശരി, നോക്കട്ടെ. വീട്ടിലേക്കുള്ള വഴിയാണ് തോന്നുന്നു. ഈ പുഴൻ്റെ പുഴ എന്താ ഒഴുക്ക് നോക്കി. ഇവിടെ പുഴൻ്റെ സൈഡിലൊരു വീടും. ഓക്കെ, ചെറിയ കോളനി വീടുകളാണ്. വാങ്ങിപ്പോയി. ഇതേതാണ് സ്ഥലം? ഇത് പുത്തൂരാ? ഓക്കെ. ഇതിവിടെ അവസാനിച്ചോ? ഇനി അപ്പുറത്തേക്കുണ്ടോ? അപ്പുറത്തേക്കൊന്നുമില്ല, അത്രേ ഉള്ളൂ. നല്ലൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ വെള്ളം കയറുമോ? മഴ പെയ്താ വീട്ടിലേക്കൊക്കെ കയറുമോ? അത് ശരി. അപ്പം എന്താ ചെയ്യുക? എങ്ങോട്ട് മാറും? സ്കൂളിലേക്ക് പോകും അല്ലേ? അത് ശരി. നല്ല ഒഴുക്കുണ്ടല്ലോ അല്ലേ? കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളെ വീടാ? അല്ല, അവരുടെ വീടാ? ഓക്കെ. ഇവിടെ 2-3 വീടുകളുണ്ട്. ഇത് പുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ്. 1 2 3 വീടുകൾ. ഓക്കെ, പുഴൻ്റെ സൈഡിൽ, പുഴയോരത്ത് ഈ വീട് കണ്ടോ? അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മുടെ ഇതൊക്കെ മുടഞ്ഞിട്ട് അലകും മുളയും ഉണ്ടോ? ഓ നൈസ്. അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് മണ്ണായിട്ട് തേച്ചുണ്ടാക്കിയിട്ടുള്ള വീടാണ് ഇവിടെയാണ് താമസിക്കുന്നത്. ചേച്ചിയെ എന്താ അങ്ങനെ ഇരിക്കുന്നേ? പനിയാണോ? മരുന്നൊന്നും കഴിച്ചില്ലേ? അല്ല, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഹോസ്പിറ്റലില്ലേ ഫ്രീ സൗജന്യമായിട്ട് മരുന്ന് കിട്ടുന്നേ? താലൂക്ക് ആശുപത്രി പോയാൽ മരുന്ന് കിട്ടൂലേ? ഇവിടെ നടന്നു പോകണമല്ലേ അങ്ങോട്ട് റോട്ടിലേക്ക്? റോഡ് വരെ നടക്കാൻ വയ്യ അല്ലേ? അയ്യോ, ചേച്ചി പനിച്ച് കിടക്കാണ്, വയസ്സായ. അല്ല ചേച്ചി, പനിച്ചിട്ട് മരുന്നൊന്നും കഴിച്ചില്ല അല്ലേ? പനിച്ച് പുതച്ച് തണുത്തിരിക്കുന്നു. അതെന്ത് പണിക്ക് പോവാ? കൂലിപ്പണി? കൃഷിയുണ്ടോ? തൊഴിലുറപ്പിന് പോവോ? അതിനും പോവില്ല. വേനല്ലോ? മഴ ചെയ്തല്ലോ അല്ലേ? കാപ്പി പറിക്കാൻ പോവോ? വീട്ടിലിരിക്കും. റേഷൻ കൊണ്ട് ഭക്ഷണം കഴിക്കും. ഞാൻ പുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഫുള്ള് ചെളിയാണ്. വണ്ടിയൊന്നും അപ്പുറത്തേക്ക് കടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. മഴ പെയ്തിട്ട് അവിടെ റോഡൊന്നുമില്ല പ്രോപ്പറായിട്ട്. പിന്നെ നമുക്ക് അവിടെ പോയാൽ പ്രത്യേകിച്ച് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് വീടുകളുണ്ടാവും. ഈ സ്ഥലം നിൽക്കുന്ന സ്ഥലം പുത്തൂർ തന്നെയാണ്. ഇതൊരു നമ്മൾ വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിരുന്ന ആ പുഴ ഉണ്ടല്ലോ, ആ പുഴ കുത്തി ഒഴുകുന്ന ഒരു സ്ഥലമാണിത്.
ഇവിടെ നല്ല ഒഴുക്കുണ്ട്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും. ഇവരുടെ വീട്ടിൻ്റെ മുറ്റമൊക്കെ വെള്ളത്തിലാവും എന്ന് പറയുന്നത്. ഒരു 3-4 വീടുണ്ട്. ഇത് സർക്കാർ ഈ ആദിവാസി ഇവർക്ക് കെട്ടി കൊടുക്കുന്ന വീടുകളാണ്. അവർ 3 വീടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചേച്ചീൻ്റെ ഒരു വീടും കൂടെ ഉണ്ട്. അത് ഇങ്ങനെ മേളേക്ക് മടങ്ങിയിട്ടുള്ള ഒരു വീട്. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം ഒരുപാട് കൃഷി ഉണ്ട്. അതായത് കവുങ്ങും വാഴയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് കൃഷിയുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെട്ടിമാരും മറ്റൊക്കെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇവർ കിട്ടുന്ന തൊഴിലുറപ്പ് പണിക്കോ അല്ലെങ്കിൽ മറ്റ് കാപ്പി വേനൽക്കാലമായി കഴിഞ്ഞാൽ കാപ്പി പറിക്കാനൊക്കെ മാത്രം പോകുന്നുള്ളൂ. അതൊക്കെയാണ് ഇപ്പോൾ അടുത്തത്. ഇപ്പോൾ നല്ല മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറുതായിട്ടൊരു വെയിൽ വന്നപ്പോൾ അവർ വെയിലത്തിരുന്ന് വെയിലൊക്കെ ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കാണുന്നതൊക്കെ ചെട്ടിമാരുടെ കവുങ്ങ് തോട്ടങ്ങളാണ്. അപ്പുറത്തേക്കൊക്കെ ഇവിടെ വെച്ച് ഇത് അവസാനിക്കുന്നു. ഈ സ്ഥലം അവസാനിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. മുറ്റവും പരിസരവും ഇതിൻ്റെ മുറ്റമൊക്കെ കണ്ടില്ല, നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ടാണുള്ളത്. ചന്ദ്രൻ, ഇത് ചന്ദ്രൻ ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കണ്ട ഈ പുഴ ഉണ്ടല്ലോ, ഈ പുഴ നിറഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം വന്ന് ഇത്രയ്ക്കും വെള്ളം നിൽക്കും. അതിൻ്റെ അടയാളമാണ് ഈ വെള്ളം നിന്നിട്ട് അടയാളമാണ്. ഇവർക്ക് കുടിവെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണെന്ന് പറഞ്ഞത്. അപ്പുറത്തൊരു കിണറാ, അത് നിങ്ങൾ കുത്തിയ കിണറാ? അത് മാത്രമേ ഉള്ളൂ. അന്ന് കുടിക്കാൻ വെള്ളം കിട്ടും. പിന്നെ ഇവർക്ക് ഇവിടെ കിണറുണ്ട്, പക്ഷേ ആ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ വെള്ളം. ഇത് സർക്കാരിൻ്റെ ഇവർക്ക് ചെയ്തു കൊടുത്ത കിണറാണ്. പക്ഷെ ഇത് കുടിക്കാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. വെള്ളമൊക്കെ ഉണ്ട്, കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പുറത്ത് നിർക്കുന്നൊക്കെയാണ് പറഞ്ഞത്. വീടിൻ്റെ മുൻവശത്ത് കണ്ട വേണ്ട അവിടെ അപ്പുറത്ത് പിന്നെ ആ ഭാഗത്തേക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം, എന്നാലേ അപ്പുറത്തെത്തുള്ളൂ. പക്ഷെ അവിടെ റോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കില്ല, പോക്ക് നടക്കില്ല. ജനറൽ ഹൗസിംഗ് 2016-2017 പട്ടികവർഗ വികസന വകുപ്പ് അത് നിർമ്മിച്ചാണ് 2017. ഏകദേശം 8-9 കൊല്ലം കഴിഞ്ഞു വീട് നിർമ്മിച്ചിട്ട്. അടുത്ത മഴ വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ഓക്കെ. പിന്നെ ചായപ്പൊടിൻ്റെ ആവശ്യക്കാർ എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് നല്ല ഫ്രഷ് നീലഗിരി തേയില ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കടുപ്പം എന്നാണ് നമ്മുടെ ചായപ്പൊടി ബ്രാൻഡിൻ്റെ നെയിം. അപ്പോൾ അത് മറക്കണ്ട. ഓക്കെ. നിങ്ങളെല്ലാവരും എൻ്റെ ചെറിയ ഒരു ബിസിനസ്സിനെ, സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.